ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ സന്ദർശിക്കും. വയനാടിനായി സമഗ്ര പുനരധിവാസ പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിൽ കാണാതായവരെ കണ്ടെത്താൻ നാളെ ജനകീയ തെരച്ചിൽ നടത്തും. താൽക്കാലിക പുനരധിവാസത്തിനായി 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കും. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് വെങ്കല തിളക്കം. സ്പെയിനിനെ 2-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ജാവലിൻ ത്രോ ഫൈനലിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വഖഫ് ഭേദഗതി ബിൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കോവിഡിന് ശേഷം മൂലധന ചെലവിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ സന്ദർശിക്കും. രാവിലെ 11:20 കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയോടെ ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലെത്തും. തുടർന്ന് പ്രദേശത്ത് വ്യോമ നിരീക്ഷണവും നടത്തും. വൈകിട്ടോടെ അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സമഗ്ര പുനരധിവാസ പാക്കേജാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറ്റന്നാളാണ് ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി വയനാട്ടിലെത്തുന്നത്. പുനരധിവാസത്തിനും ടൌൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9-അംഗ സമിതിയെ നിയമിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ നാളെ ജനകീയ തെരച്ചിൽ നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ 14 ക്യാമ്പുകളിലായി നിലവിൽ 1942 പേരാണ് കഴിയുന്നത്. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി പൊതുമരാമത്ത് വകുപ്പ് 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ സജ്ജമാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അടിയന്തര പുനരധിവാസത്തിന് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ദുരന്തബാധിതർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായി പ്രത്യേക കൌൺസിലിംഗ് സെൽ രൂപീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നേതൃത്വത്തിലാണ് പ്രത്യേക സെല്ലിന്റെ പ്രവർത്തനം. ഇതിനു പുറമെ നേരിട്ടോ അല്ലാതെയോ ദുരന്തത്തിന് ഇരകളായ വിദ്യാർത്ഥികൾക്ക് എക്സാം ഓൺ ഡിമാൻഡ് സംവിധാനം നടപ്പിലാക്കാൻ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിലെ വയോജനങ്ങൾക്ക് വയോരക്ഷാ പദ്ധതി, ഭിന്നശേഷിക്കാർക്ക് പരിരക്ഷാ പദ്ധതി എന്നിവയുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് വെങ്കല തിളക്കം. ആവേശകരമായ പോരാട്ടത്തിൽ സ്പെയിനിനെ 2-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ടീമിലെ ഗോൾ കീപ്പർ മലയാളി താരം PR ശ്രീജേഷിന്റെ വിരമിക്കൽ മത്സരം കൂടിയായിരുന്നു ഇന്നത്തേത്. ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യൻ ടീം മെഡൽ നേടിയിരുന്നു. ജാവലിൻ ത്രോ ഫൈനലിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. ഇന്ത്യൻ സമയം രാത്രി 11:55 മത്സരം. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ ഇന്ത്യൻ താരം അമൻ സെഹ്രാവത്ത് സെമിയിൽ കടന്നു. അൽബേനിയയുടെ സെലിം ഖാൻ അബാക്കറോവിനെ 12-0 തോൽപ്പിച്ചാണ് അമന്റെ സെമി പ്രവേശനം. വിജയത്തോടെ അമൻ മത്സരത്തിന്റെ അവസാന 4-ൽ ഇടം നേടി. ഗുസ്തിയിൽ ഇന്നലെ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതാ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ് അമൻ. വഖഫ് ഭേദഗതി ബിൽ 2024 സൂക്ഷ്മ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. നിയമനിർമ്മാണത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം വ്യക്തമാണെന്നും നിയമനിർമ്മാണത്തിൽ ഒന്നും മറച്ചുവെക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഈ ബിൽ മതസംഘടനകളുടെ പ്രവർത്തനത്തിൽ ഇടപെടാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് നീതി ലഭ്യമാക്കുന്നതിനാണ് ഇതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇത്തരമൊരു നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തെ ചോദ്യം ചെയ്ത അദ്ദേഹം വിഷയം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണെന്നും നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് യോഗ്യതയുണ്ടെന്നും പറഞ്ഞു. അതേസമയം ബന്ധപ്പെട്ടവരുമായി വേണ്ടത്ര കൂടിയാലോചന നടത്താതെയാണ് ബിൽ കൊണ്ടുവന്നതെന്ന പ്രതിപക്ഷ ആരോപണം കേന്ദ്രമന്ത്രി തള്ളി.
എന്നാൽ ബിൽ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണെന്ന് കോൺഗ്രസ് MP KC വേണുഗോപാൽ ആരോപിച്ചു. വഖഫ് ബോർഡിൽ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ സമാജ്വാദി പാർട്ടി MP അഖിലേഷ് യാദവ് ചോദ്യം ചെയ്തു. TMC, DMK, NCP, ശരത് പവാർ പക്ഷം ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കൾ ബില്ല് കൂടുതൽ പരിശോധനയ്ക്കായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ബിൽ ഒരു പ്രത്യേക സമുദായത്തിന് എതിരാണെന്ന ആരോപണത്തെ JDU നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ സിംഗ് തള്ളി. വഖഫ് ബോർഡുകളുടെ ഭരണത്തിന്റെയും സ്വത്തുക്കളുടെയും പരിപാലനത്തിന്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പോരായ്മകൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് വഖഫ് ഭേദഗതി ബിൽ 2024. ഭരണസമിതിയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡിന് ശേഷം മൂലധന ചെലവിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നതായും തുടർച്ചയായി ഉയർന്ന തുക ചെലവഴിക്കുന്നതായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 2023-24 യഥാർത്ഥ മൂലധന ചെലവ് 15.02 ലക്ഷം കോടി രൂപയോ 18% ആയി കണക്കാക്കാമെന്നും ശ്രീമതി സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു. ധനകാര്യ ബിൽ, ധനവിനിയോഗ ബിൽ, ജമ്മുകാശ്മീർ ധനവിനിയോഗ ബിൽ എന്നിവയുടെ ചർച്ചയ്ക്ക് സഭയിൽ മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. ബില്ലിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. ഇരു ബില്ലുകളും ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. PM വിശ്വകർമ്മ പദ്ധതി, ഉദയം പോർട്ടൽ, MSME മേഖലയ്ക്ക് കീഴിലുള്ള മറ്റ് സംരംഭങ്ങൾ എന്നിവയിലൂടെ രാജ്യത്ത് 20 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി ലോക്സഭയിൽ പറഞ്ഞു. ഉദയം പോർട്ടലിൽ മാത്രം 4.8 കോടി ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം അറിയിച്ചു. ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി, ആത്മനിർഭർ പദ്ധതി തുടങ്ങിയവയ്ക്ക് കീഴിൽ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ മന്ത്രാലയം ശ്രമിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് മന്ത്രാലയം പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ ജയിലുകളിൽ കഴിയുന്നവരുൾപ്പെടെ വിദേശ രാജ്യങ്ങളിലെ എല്ലാ ഇന്ത്യക്കാരുടെയും സുരക്ഷ, ക്ഷേമം എന്നിവയ്ക്ക് ഉയർന്ന മുൻഗണനയാണ് രാജ്യം നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. വിചാരണ തടവുകാരടക്കം 9,728 ഇന്ത്യൻ തടവുകാർ നിലവിൽ വിദേശ ജയിലുകളിലുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സൌദി അറേബ്യയിലെ ജയിലുകളിലും UAE ജയിലുകളിലുമാണ് ഉള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂസിലൻഡ് ഗവർണർ ജനറൽ ഡെയിം സിൻഡി ക്യുറോ സംഘടിപ്പിച്ച ഔദ്യോഗിക വിരുന്നിൽ പങ്കെടുത്തു. ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തി. ഓക്ലൻഡിലെ ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. നേരത്തെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്തിരുന്നു. വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശ്രീമതി മുർമു യുദ്ധസ്മാരകത്തിലും ആദരമർപ്പിച്ചു. ഫിജി സന്ദർശനത്തിന് ശേഷമാണ് ശ്രീമതി മുർമു ന്യൂസിലൻഡിലെത്തിയത്. മറ്റന്നാൾ തിമോർ ലെസ്തയും രാഷ്ട്രപതി സന്ദർശിക്കും. പൌരന്മാരിൽ ദേശസ്നേഹം വളർത്തുന്നതിനായി നാളെ മുതൽ സ്വാതന്ത്ര്യദിനമായ 15 വരെ രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ നടത്തും. ദേശീയ പതാക വീടുകളിൽ ഉയർത്തി തിരങ്കയ്ക്കൊപ്പം സെൽഫി എടുത്ത് ഹർ ഘർ തിരങ്ക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 2022 ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ ആരംഭിച്ചത്. രാജ്യത്തെ അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 9ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ RBIയുടെ ദ്വൈമാസ ധനനയ അവലോകന സമിതി യോഗം തീരുമാനിച്ചു. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 6.25%, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും ബാങ്ക് നിരക്കും 6.75%, തുടരും. രാജ്യത്തെ ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിലവിലെ വേഗത തുടരുമെന്നും വർദ്ധിച്ച നിക്ഷേപ ആവശ്യവും ഉപഭോഗവും ഇതിന് ശക്തി പകരുമെന്നും RBI ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. 2024-25 രാജ്യത്തിന്റെ GDP വളർച്ച 7.2% RBI വിലയിരുത്തി. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയെന്നും പശ്ചിമബംഗാളിലെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു എക്സ് പോസ്റ്റിൽ കുറിച്ചു. പ്രതിബദ്ധതയോടെ സംസ്ഥാനത്തെ സേവിച്ച രാഷ്ട്രീയ അതികായനായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ സന്ദർശിക്കും. വയനാടിനായി സമഗ്ര പുനരധിവാസ പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിൽ കാണാതായവരെ കണ്ടെത്താൻ നാളെ ജനകീയ തെരച്ചിൽ നടത്തും. താൽക്കാലിക പുനരധിവാസത്തിനായി 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കും. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് വെങ്കല തിളക്കം. സ്പെയിനിനെ 2-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ജാവലിൻ ത്രോ ഫൈനലിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വഖഫ് ഭേദഗതി ബിൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു.
കോവിഡിന് ശേഷം മൂലധന ചെലവിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.